ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് പ്ലാൻ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ആ ഹെൽത്ത് ഇൻഷുറൻസ് 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെയാണ് ഭൂരിഭാഗം പേരും എടുത്ത് കാണുന്നത്. ഒരു 80% ആളുകളും ഏതെങ്കിലും വലിയൊരു ക്രിട്ടിക്കൽ അസുഖം വരുമ്പോൾ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ വലിയ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആണ് വരുന്നത്. 30 ലക്ഷം 40 ലക്ഷം ഒക്കെ വരാം, അതിലും കൂടുതൽ വരാം. ചിലപ്പോൾ ഗ്ലോബൽ കവറേജ് ഒക്കെ വേണ്ടി വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആ ടൈമിൽ എടുക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനുള്ള ടോപ്പ് അപ്പ് ആഡ് ചെയ്യാനായിട്ട് ചെറിയൊരു പൈസയെ ചിലവുള്ളൂ. ഒരു ഫാമിലിക്ക് ഒരു 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 കോടി വരെ ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, സ്റ്റാറിൻ്റെയോ നിവ ബൂപ്പയോ ടാറ്റയോ HDFCയോ ഏതായാലും അതിൻ്റെ മുകളിൽ നമുക്ക് ടാറ്റയുടെ മെഡിക്കെയർ പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായതിൽ ഏറ്റവും മികച്ച ഒരു ടോപ്പ് പ്ലാൻ ആണ് ടാറ്റയുടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഗ്ലോബൽ കവർ ഉണ്ട്. ഒരു 10% കൂടി അഡീഷണൽ പേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള പൈസയും ടാറ്റ നൽകും. അതുപോലെ തന്നെ ടാറ്റയുടെ തന്നെ ബേസ് പ്ലാനും അവരുടെ തന്നെ ടോപ്പ് അപ്പ് ആണെങ്കിൽ ഒന്നുകൂടി പ്രോസസ്സ് ഈസി ആയിരിക്കും. മറ്റേത് നമ്മളിപ്പോൾ ഒരു 5 ലക്ഷമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ്, ഒരു 50 ലക്ഷമായി. ഈ 5 ലക്ഷത്തിന്റെ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ടോപ്പ് അപ്പിലേക്ക് ആക്ട് വരുള്ളൂ. അതേസമയം ടാറ്റയുടെ തന്നെ ബേസ് പ്ലാനും അവരുടെ തന്നെ ടോപ്പ് അപ്പ് ആണെങ്കിൽ അതിന്റെ പ്രോസസ്സ് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ടോപ്പ് അപ്പ് പ്ലാൻ മാത്രമായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റിന് എടുക്കാൻ സാധിക്കും. അതിന്റെ മുകളിലുള്ള വരുന്നത് മാത്രം കവർ ചെയ്താൽ മതിയെങ്കിൽ വെറും 10,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് 1 കോടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ ഫാമിലിക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടുതലായിട്ട് എടുത്ത് കാണുന്നത് അതിസമ്പന്നരാണ്. കാര്യം അവർക്ക് 2 ലക്ഷം രൂപയൊന്നും പ്രശ്നമായിരിക്കില്ല. പക്ഷേ ഇപ്പോഴും ഒരു ബേസ് പ്ലാൻ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് നല്ല കാര്യം. മിക്ക ട്രീറ്റ്മെന്റ്സും ഇപ്പോൾ ന്യൂമോണിയ പോലെയുള്ള പനി വരിക അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളൊക്കെ 2 ലക്ഷത്തിന് താഴെയുള്ള ട്രീറ്റ്മെന്റ് കോസ്റ്റാണ് ഇപ്പോഴും വന്ന് കാണുന്നത്. അപ്പോൾ ഒരു ബേസ് പ്ലാൻ നിങ്ങൾ ഒരു 5 ലക്ഷത്തിൻ്റെ ഒക്കെ കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ ഒക്കെ ടോപ്പ് അപ്പ് ആഡ് ചെയ്യുക. അടിപൊളിയായിരിക്കും. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് ഏതായാലും നമുക്ക് അതിൻ്റെ മുകളിൽ ടോപ്പ് അപ്പ് ആഡ് ചെയ്യാം. അതിനായിട്ടൊക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ ബ്രോസ്, താങ്ക്സ്.